തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പനീർശെൽവത്തിന്റെ പടയൊരുക്കം. ശശികലയെ പോയസ് ഗാർഡനിൽ നിന്ന് ഇറക്കിവിട്ട് ജയാസ്മാരകമാക്കാൻ പനീർശെൽവത്തിന്റെ നീക്കം. തന്റെ അനുമതിയില്ലാതെ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കരുതെന്നും പനീർശെൽവം. ശശികല പുറത്താക്കിയ IAS ഉദ്യോഗസ്ഥരെ പനീർശെൽവം തിരിച്ചെടുത്തു. ഗവർണർ വിദ്യാസാഗർ റാവു ഉച്ചയ്ക്ക് ശേഷം ചെന്നൈയിലെത്തും. മനു ശങ്കരൻ നൽകും വിശദാംശങ്ങൾ. മനു, വലിയ സംഭവ വികാസങ്ങളാണ് ചെന്നൈയിലും ഒപ്പം തന്നെ ദില്ലിയിലും തമിഴ്നാട് രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് പനീർസെൽവവും ശശികലയും തമിഴ്നാട്ടിൽ നടത്തുന്നത്. കാവൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന പനീർസെൽവം ഈ ജയലളിതയുടെ താമസ വസതിയായിരുന്ന വേദനിലയം സർക്കാർ ഏറ്റെടുത്ത് പകരം ജയലളിതയുടെ സ്മാരകമായി മാറ്റാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്നും ഇത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇത് നടപ്പാക്കാനാകില്ലെന്നുമാണ് ശശികല ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഇരു കൂട്ടരും പരസ്പരം പോര് കടുപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 3:15 ഗവർണർ വിദ്യാസാഗർ റാവു ചെന്നൈയിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഇതിനുശേഷം ശശികലയെ കാണുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശശികലയ്ക്ക് പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്ന 129 MLA-മാരെയും ചെന്നൈ വിമാനത്താവളത്തിന് സമീപത്തെ രഹസ്യ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. ഗവർണർ എത്തി ശശികല ഇവർക്ക് മുമ്പാകെ പിന്തുണ വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ എയർപോർട്ടിൽ എത്തുന്ന സമയത്തെ നേരിട്ട് തന്നെ എത്തി ഗവർണറെ കാണുമെന്നാണ് പനീർസെൽവവും അവകാശപ്പെട്ടിട്ടുള്ളത്. 22 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് പനീർസെൽവം പറയുന്നത്. 135 പാർട്ടി MLA-മാരിൽ പരമാവധി 129 പേരാണ് ശശികല പക്ഷത്തുള്ളത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോഴും 18 പേരെയെങ്കിലും പനീർസെൽവം കൂടെ നിർത്തിയാൽ ശശികലയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ 22 പേരുണ്ടെന്ന് ഇപ്പോഴും പനീർസെൽവം അവകാശപ്പെടുന്നു. പക്ഷേ ശശികല ക്യാമ്പ് ഇക്കാര്യം തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതേസമയം കോൺഗ്രസുമായി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കാനുള്ള ഒരു നീക്കവും ശശികല ആരംഭിച്ചു കഴിഞ്ഞു. 7 MLA-മാരുടെ പിന്തുണയാണ് കോൺഗ്രസിനുള്ളത്. ഈ 7 MLA-മാരും ശശികലയെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു എന്നാണ് ശശികല ക്യാമ്പുകൾ അറിയിക്കുന്നത്. DMK-യുടെ 89 പേരും ഇതേസമയം പനീർസെൽവവുമായി കൂട്ടുചേർന്ന് ചില ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതേസമയം ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പനീർസെൽവം കത്തയച്ചിരുന്നു. ട്രഷറർ താൻ തന്നെയാണ്. ശശികലയ്ക്ക് ഒരു കാരണവശാലും പാർട്ടിയുടെ പണം പിൻവലിക്കുന്നതിനുള്ള അധികാരം നൽകരുത്. ഈ നിയമസഭാ വരും വാർത്തകളിൽ മനുവിലേക്ക് എത്താം.